നമ്മുടെ ഉള്ളിലിരിക്കുന്ന പാത്രത്തെ തേച്ച് കഴുകി എപ്പോഴും വൃത്തിയാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഭഗവാൻ എപ്പോഴും അവിടെ ഇരിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയും. ഈ തേച്ച് കഴുകുക എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നാമജപം ആയിക്കോട്ടെ, ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു ആധ്യാത്മിക ചൈത്യ ശീലിക്കുന്ന ആയിക്കോട്ടെ, ഒരു ഭക്ഷണശീലം ശീലിക്കുന്ന ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ അതിലേക്കുള്ള ചെറിയ 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 പാർട്ടുകളാണ്. ഇതൊക്കെ കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലത്തെ ആ പാത്രം വെട്ടിത്തിളങ്ങുന്ന പാത്രമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നതാണ്. അത് ചെയ്യേണ്ടത് ഒരിക്കലും ഒരുപാട് ലേറ്റ് ആയിട്ടല്ല, എത്രത്തോളം ചെറുപ്പത്തിൽ സാധിക്കുമോ. ഇപ്പൊ പ്രഹ്ലാദൻ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, നമുക്ക് ലേറ്റ് ആണ്. ഇപ്പൊ 5 വയസ്സുള്ള കുട്ടിയെ പറയണം, നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് കാമചിന്തകൾ വരും, അത് കഴിഞ്ഞാൽ നമുക്ക് കുടുംബവും പ്രാരാബ്ധാവും, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമസ്കരിക്കാൻ പോലും നമ്മുടെ മുട്ടുകൊണ്ട് വയ്ക്കില്ല, ഇപ്പോഴേ തുടങ്ങുന്ന പ്രഹ്ലാദൻ പറയും. അതുപോലെ എത്രത്തോളം ചെറുപ്പത്തിൽ സാധിക്കുമോ അത്രത്തോളം ചെറുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു ഭാഗ്യം, അത് പൂർവ്വത്തിലുള്ള വാസന കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് പൊതുവിൽ പറയാം. എങ്കിലും അത് ഉണ്ടാവണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ കുട്ടികളോട് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ്, അതിന്റെ ഒരു ചിട്ടയാണ് നമുക്ക് അമ്മമാരൊക്കെ പണ്ട് പോലെ സന്ധ്യക്ക് നാമം ജപിക്കാൻ പിടിച്ചിരുത്തുന്നതും. ഈ സന്ധ്യക്ക് തന്നെ ജപിക്കണം എന്ന് പറയുന്നതിന്റെ ഐതിഹ്യം. സന്ധ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ സൂര്യാസ്തമയത്തിന് മാത്രമല്ല, പ്രഭാത സന്ധ്യ, പ്രദോഷ സന്ധ്യ, രണ്ടെണ്ണം ഉണ്ട്, രാവിലെ ഉണ്ട്, വൈകിട്ടും ഉണ്ട്. ഈ ചേച്ചി ഇപ്പൊ പറഞ്ഞ ഈ നാമജപത്തിന്റെ കാര്യത്തിലേക്ക് വരാം. നമുക്ക് സനാതന ധർമ്മത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് കൂടുതലായിട്ട് പ്രാർത്ഥനയേക്കാൾ കൂടുതൽ പാരമ്പര്യമുള്ളത് ഉപാസനയുടെയും ചെറിയ ബാലപാഠങ്ങൾ പഠിപ്പിക്കായിരുന്നു. സത്യം പറഞ്ഞാൽ എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുക എന്നുള്ളതൊരു പിന്നീട് എപ്പോഴോ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു സാധനമായിട്ടാണ് കാണുന്നത്. പ്രാർത്ഥിക്കുക എപ്പോഴാണ് നമ്മളിൽ നിന്ന് വേറിട്ട് എന്തോ ഒരു സാധനം ഉണ്ടാവുമ്പോൾ അതിനോടാണ് നമ്മൾ പറയുന്നത്, അല്ലെ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇവിടെ ഒരു ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ഉണ്ടെങ്കിൽ കൃഷ്ണ എനിക്കിത് താ എന്ന് പറയുമ്പോൾ ഞാനും കൃഷ്ണനും 2 ഐഡന്റിറ്റി ആയി. നേരെ മറിച്ച് ഞാൻ എന്നോട് തന്നെ ചോദിക്കുക എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ. ഇപ്പം ശരജിയൊക്കെ പറയാറുണ്ട്, പ്രാർത്ഥന എന്നുള്ളത് നമ്മള് ഭഗവാനോട് സംസാരിക്കുന്നതും ധ്യാനം, മെഡിറ്റേഷൻ എന്നുള്ളത് ഭഗവാൻ പറയുന്നത് കേൾക്കുന്നതുമാണ്. കൂടുതൽ സമയം കൊടുക്കേണ്ടത് രണ്ടാമത് പറഞ്ഞ കാര്യത്തിന്, ഭഗവാൻ പറയുന്നത് കേൾക്കുന്നത്. അതെ, ധ്യാനം, ആത്മവിചാരം ചെയ്യാന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഐഡന്റിറ്റിയെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു ശ്രമത്തിന്റെ ഏറ്റവും ബേസിക് സ്റ്റെപ്പ്. ഇതൊക്കെ ഭയങ്കര ഡീപ്പായിട്ട് ഞങ്ങള് വീട്ടമ്മമാര് ചോറും കറിയൊക്കെ വെച്ചോണ്ടിരിക്കാനൊക്കെ സമയം കിട്ടും. വളരെ എളുപ്പം. ഞാൻ പറഞ്ഞല്ലോ, ഒരു വെരി എളുപ്പത്തിലൊരു കാര്യം നമ്മൾ അഥവാ ഒന്ന് പൂജാമുറി പോയി ഇരുന്നാലോ അല്ലെ പ്രാർത്ഥനയ്ക്ക് സ്ഥലത്ത് പോയിരുന്നാലോ, അയ്യോ ദോശമാവ് തീർന്നു, രാത്രി ഒന്നുണ്ടാക്കും എന്നൊരു ചിന്ത പെട്ടെന്ന് വരും. തോട്ട്സ് പലതാ വരുന്നേ. അപ്പൊ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് എങ്ങനെയാ അങ്ങനെ ഒന്നാവാൻ നോക്കുന്നേ? ഞാൻ നേരത്തെ പറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ്. ചെയ്യുന്ന എല്ലാ കാര്യവും ഇപ്പൊ ഈ പറഞ്ഞ കണക്ഷൻ വന്നല്ലോ. പൂജാമുറി പോയപ്പോ ദോശമാവിന് അയ്യോ എനിക്ക് ഭഗവതിക്ക് ദോശ ഉണ്ടാക്കാനുള്ള മാവാണല്ലോ അവിടെ ഇരിക്കണം എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ അതും ഭഗവതിയായിട്ട് കണക്ഷൻ ആയി. എന്ത് ഒരു കാര്യം ഇപ്പൊ നമുക്കൊരു പ്ലേറ്റ് അവിടെ നിന്ന് വെക്കാം, അയ്യോ ഒന്ന് അമ്മയ്ക്ക് കൊടുക്കാനുള്ള പ്ലേറ്റ് ആണല്ലോ അവിടെ. എല്ലാത്തിലും നമ്മുടെ ആ ഇഷ്ടപ്പെട്ട മൂർത്തിയെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചീത്ത ചിന്തകൾ പോലും പിന്നീട് നമ്മുടെ മനസ്സിലേക്ക് വരില്ല എന്നാണ്. കാരണം എപ്പോഴും ഈ ചിന്ത മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ. ഈ മനസ്സിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ അതിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും പിന്നെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ പൊതുവിലൊരു 1008 തവണ നമശിവായ നമ്മൾ ചൊല്ലി കുറച്ചു നേരം ഒന്ന് ബ്രേക്ക് ചെയ്ത് നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അകത്തിരുന്നാരോ നമശിവായ ചൊല്ലുന്നത് കേൾക്കാന്ന് പറയാറുണ്ട്, അല്ലെ? അപ്പൊ അതെന്തുകൊണ്ട് അത് മനസ്സിനെ പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കുന്നതിന്റെ ശീലമാണ് ഇപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞ ചെറുപ്പത്തിലുള്ള നാമജപം. എന്നും ഇത് ചെയ്യുമ്പോൾ ഈവൻ ഒരു ദിവസം മുടങ്ങിയാലും ആ കുട്ടിക്ക് സന്ധ്യയ്ക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിൽ ഇന്റൻഷൻ വരും നാമം ചൊല്ലാരായി എന്നുള്ളത്. പ്രാർത്ഥന രണ്ടാമതൊന്ന ഉപാസനയുടെ ഏറ്റവും ബാലപാഠമായിട്ടുള്ള നാമജപമാണ് നമ്മുടെ പൂർവികർ നമ്മളെ ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഉപാസനയുടെ ശക്തിയിൽ നിന്നാണ് ഒരു വലിയ തലമുറ നമുക്ക് ഇത്രത്തോളം ആധ്യാത്മിക അറിവുകൾ പകർന്നു തരാൻ ഇവിടെ ഉണ്ടായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.